ശരിക്കും 2500 RPM ശേഷമാണ് വണ്ടിയുടെ യഥാർത്ഥ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. വെൽക്കം ടു പിസ്റ്റണൈസ്ഡ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ i20 ആണ്. വണ്ടി ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. വാടനപ്പള്ളിയിലുള്ള MCP ഹ്യുണ്ടായാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഞ്ചിൻ നോക്കാം. i20യുടെ ലൈനപ്പിൽ ഏറ്റവും പവർഫുള്ളായ എഞ്ചിനാണിത്. 120 bhp 6000 RPMലും 171 Nm ടോർക്ക് 4000 RPMലും പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണിത്. ഇനി നമുക്ക് വണ്ടിയുടെ ഡിസൈൻ നോക്കാം. കംപ്ലീറ്റ്ലി ഫ്രഷ് ലുക്കാണ് ഇപ്പോൾ വണ്ടിക്ക് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി സ്പോർട്ടി ആൻഡ് അഗ്രസീവ് ആയിട്ടുണ്ട്. ശരിക്കും ഒരു അടിപൊളി ലുക്കാണ് ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിന് വന്നിട്ടുള്ളത്. വളരെ ഷാർപ്പായ ബോഡി ലൈൻസ് ബോണറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേർണർ റിവ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ലിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. i20യുടെ എല്ലാ വേരിയൻസിലും ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ സ്പോർട്ടിനെസ് വളരെയധികം കൂട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ടർബോ വേരിയൻ്റ് ആയ കാരണം ടർബോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ്സ് നോക്കാം. വളരെ ഷാർപ്പായ ഹെഡ്ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗം ഫെൻഡറിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സിൻ്റെ മുകളിലൂടെ ഒരു DRL സ്ട്രിപ്പ് പോകുന്നുണ്ട്. ഒരു ഫുൾ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിയിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉള്ളിൽ ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതും പ്രൊജക്ടറാണ്. പിന്നെ ബെറ്റർ എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ട് ഫോഗ് ലൈറ്റ്സിൻ്റെ സൈഡിലൂടെ എയർ കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. കുറേ കട്ടിങ്ങും എഡ്ജസും ഉള്ള വളരെ സ്പോർട്ടിയായ ഒരു ബമ്പറാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അത് വണ്ടിയുടെ സ്പോർട്ടിനെസ് വളരെയധികം കൂട്ടുന്നുണ്ട്. പിന്നെ ബമ്പറിൻ്റെ അടിയിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ലോവർ ലിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലാണ്. ശരിക്കും ഒരു കിടിലൻ ലുക്കാണ് സൈഡ് പ്രൊഫൈലിന് വന്നിട്ടുള്ളത്. താഴ്ന്നിറങ്ങുന്ന റൂഫൊക്കെ വണ്ടിയുടെ സ്പോർട്ടിനെസ് വളരെയധികം കൂട്ടുന്നുണ്ട്. പിന്നെ വളരെ ഷാർപ്പായ ബോഡി ലൈൻസാണ് സൈഡ് പ്രൊഫൈലിലും വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഡിസൈനാണ് സൈഡ് വ്യൂ മിററിന് കൊടുത്തിട്ടുള്ളത്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിൻ്റെ അടിയിലായിട്ട് പഡിൽ ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോ ലൈനിൽ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് സീ പില്ലറിലേക്ക് കയറി നിൽക്കുന്ന നമുക്ക് കാണാം. പിന്നെ ഡോർ ഹാൻഡിൽസിനും ക്രോം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പോർട്ടിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ലോവർ സ്കേർട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ പ്രൊഫൈൽ നോക്കാം. 195/55 R16 ആണ് ടയർ പ്രൊഫൈൽ. വളരെ സ്പോർട്ടിയായ ഡയമണ്ട് കട്ട് അലോയ്സാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ വണ്ടി അൺലോക്ക് ആണെങ്കിൽ ഈ ഒരു ഫ്യൂൽ ലിഡ് നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ നോക്കാം. ശരിക്കും വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിൽ മാത്രമാണ് ഒരു ഡുവൽ ഒപ്പീനിയൻ വരാൻ ചാൻസ് ഉള്ളത്. ഒരു ബൂമറാങ് ഷേപ്പിലാണ് ടെയിൽ ലൈറ്റ് കയറി നിൽക്കുന്നത്. അതെന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു കംപ്ലീറ്റ്ലി LED യൂണിറ്റ് അല്ല. റിവേഴ്സ് ലൈറ്റും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബൾബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ടെയിൽ ലൈറ്റ്സും ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ക്രോം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഗ്ലാസ് ഏരിയയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതിൽ ഡീഫോഗറും വൈപ്പറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ടാണ് ഒരു സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുള്ളത്. പിന്നെ i20 ആസ്താന്നും 2 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വളരെ സ്പോർട്ടിയായ ബമ്പറാണ് ബാക്കിലും വന്നിട്ടുള്ളത്. അതിൽ റിഫ്ലക്റ്റേഴ്സും സെൻസേഴ്സും പാർക്കിംഗ് ക്യാമറ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് ഫിൻസോട് കൂടി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള സ്കേർട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് നോക്കാം. 311 ലിറ്ററാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ്. ഒരു ഡീസൻറ്റ് സൈസിലുള്ള ബൂട്ട് സ്പേസാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഒരു ബൂട്ട് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോസിൻ്റെ ഒരു സബ്വൂഫറും ബാക്കിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെയർ വീൽ നോക്കാം. ഒരു 15 ഇഞ്ച് സ്പെയർ വീലാണ് കൊടുത്തിട്ടുള്ളത്, അലോയ്സ് അല്ല. പിന്നെ ഒരു പാർസൽ ട്രേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് i20യുടെ ഇൻറ്റീരിയർ നോക്കാം.
ഡോറിൽ പവർ വിൻഡോസിൻ്റെയും മിററിൻ്റെയും കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡോറിൽ 1 ലിറ്റർ ബോട്ടിലും പിന്നെ ചെറിയ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വന്നിട്ടുള്ളത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ബാക്ക് ക്യാമറയുടെയും സ്വിച്ചസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ലെതർ ഫിനിഷുള്ള സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ടർബോ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ലെതർ ഫിനിഷുള്ള സീറ്റ്സ് വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ലുക്കാണ് ഡാഷ്ബോർഡിന് വന്നിട്ടുള്ളത്. AC വെൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഫിൻ ഡിസൈൻ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ നമുക്ക് ഡോറിലും കാണാൻ പറ്റും. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു 10.25 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ബ്ലൂ ലിങ്ക് എന്നിവ കണക്ട് ചെയ്യാൻ പറ്റും. 50+ കണക്റ്റഡ് ഫീച്ചേഴ്സ് ബ്ലൂ ലിങ്കിൽ അവൈലബിൾ ആണ്. പിന്നെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയാണ് റിയർ ക്യാമറ വരുന്നത്. 2 ട്വീറ്റേഴ്സും 5 സ്പീക്കേഴ്സും അടങ്ങുന്ന ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. AC വെൻസിൻ്റെ നടുവിലായിട്ടാണ് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ഓട്ടോമാറ്റിക് ACയുടെ കൺട്രോൾസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോക്പിറ്റ് ഫീൽ നൽകുന്ന സ്വിച്ചസാണ് AC കൺട്രോൾസിൽ വന്നിട്ടുള്ളത്. പിന്നെ വളരെയധികം പ്രീമിയം ഫീലുള്ള സ്വിച്ചസാണ് കൊടുത്തിട്ടുള്ളത്. വയർലെസ് ചാർജിങ്ങിന് വേണ്ടി ഒരു കൂൾ പാഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും ഒരു USB ചാർജിങ്ങും നമുക്ക് കാണാം. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു USB പോർട്ടും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സ്റ്റോറേജ് സ്പേസസ് നോക്കാം. ഡീസൻറ്റ് സൈസുള്ള ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഡോറിലും 1 ലിറ്റർ ബോട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറെസ്റ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിനകത്തും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്സിജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു എയർ പ്യൂരിഫയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൺഗ്ലാസ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ്, റിയർ വ്യൂ മിറർ അല്ല വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതിൽ SOS, RSA, ബ്ലൂ ലിങ്ക് എന്നിവയുടെ സ്വിച്ചസ് വന്നിട്ടുണ്ട്. കോ പാസഞ്ചർ സൈഡിൽ വാനിറ്റി മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡേഴ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പുതിയ i20 സൺറൂഫോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കാം. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ TFT സ്ക്രീനാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായി വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ടാക്കോമീറ്ററും ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ടു empty, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം നമുക്കിതിൽ കാണാം. പിന്നെ ട്രിപ്പ് ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീൽ നോക്കാം. ഒരു ലെതർ ഫിനിഷുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു സിൽവർ ഇൻസേർട്ട് നൽകിയിട്ടുണ്ട്. മൗണ്ടഡ് ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നാവിഗേറ്റ് ചെയ്യാം. പിന്നെ ക്രൂസ് കൺട്രോളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കത്തെ സ്പേസിംഗ് നോക്കാം. നല്ലൊരു റിക്ലൈൻ ആംഗിളാണ് സീറ്റിന് വന്നിട്ടുള്ളത്. ബാക്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് 2 പേർക്ക് ഇരിക്കാം. പക്ഷേ 3 പേര് ഇരിക്കുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. മോശമല്ലാത്തൊരു അണ്ടർതൈ സപ്പോർട്ട് സീറ്റിന് വന്നിട്ടുണ്ട്. നല്ലൊരു നീ റൂമാണുള്ളത്, പക്ഷേ ലെഗ് റൂം കുറച്ച് കുറവാണ്. പിന്നെ നല്ലൊരു ഹെഡ് റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് നോക്കാം. AC വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് സോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാം. ഒരു സെൻറ്റർ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൽ കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റാണ് ബാക്കിലുള്ളത്. പിന്നെ നല്ലൊരു എയർ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഗ്ലാസ് ഏരിയയാണ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. $2500 RPM ശേഷമാണ് വണ്ടിയുടെ യഥാർത്ഥ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. അതിന് മുന്നേ ചെറിയൊരു ലാഗ് വണ്ടി കാണിക്കും, പക്ഷേ 2500 RPM കഴിഞ്ഞാൽ വണ്ടി ശരിക്കും നമ്മളെ വലിച്ചുകൊണ്ട് പോകും. 0 to 100 എത്താൻ വെറും 9 സെക്കൻഡ്സ് മതി ഈ ഒരു വണ്ടിക്ക്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടർബോ DCT മോഡലാണ്.
വളരെ ഈസി ആയിട്ടാണ് ഷിഫ്റ്റുകളെല്ലാം നടക്കുന്നത്. ഈ ഒരു ടർബോ വേരിയൻറ്റിൽ നമുക്ക് IMT ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ഞാൻ പക്ഷേ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു DCT മോഡലാണ്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായൊരു സസ്പെൻഷനാണ്. പക്ഷേ നമ്മൾ ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഒരു ബൗൺസി ഫീലിംഗ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് വളരെ സ്റ്റേബിളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ പറയേണ്ടത് വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റിയാണ്. ഈ ഒരു ടർബോ മോഡലിലെങ്കിലും 4 ഡിസ്ക് ബ്രേക്ക് കൊടുക്കായിരുന്നു. കാരണം അത്രയും നല്ലൊരു ബ്രേക്കിംഗ് കോൺഫിഡൻസ് അല്ല ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നത്. ഇനി സ്റ്റിയറിംഗ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫീലും ഫീഡ്ബാക്കൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. കുറച്ചൊരു സ്ലഗിഷ് ആയ പോലത്തെ ഒരു സ്റ്റിയറിംഗ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പഴയ i20 നിന്ന് ജസ്റ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നല്ലൊരു സ്പോർട്ടി ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. 3 എഞ്ചിൻ ഓപ്ഷനുമായിട്ടാണ് പുതിയ i20 വന്നിരിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ, അതിന് 120 bhpയും 171 Nm ടോർക്കുമുണ്ട്. പിന്നെ ഉള്ളത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതിൽ 2 പവർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 83 bhp 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിനും 88 bhp CVT ഗിയർ ബോക്സിനുമാണ് കൊടുക്കുന്നത്. 114 Nm ടോർക്കാണ് ആ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിന് വരുന്നത്. പിന്നുള്ളത് ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 100 bhpയും 240 Nm ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സോട് കൂടിയാണ് ആ ഒരു എഞ്ചിൻ വരുന്നത്. വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ESP, VSM എന്നിവയെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ മൈലേജ് നോക്കാം. ഈ ഒരു 1 ലിറ്റർ ടർബോ DCTക്ക് വരുന്നത് 20.25 kmpl. ടർബോ IMTക്ക് 20 kmpലും കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. 1.2 ലിറ്റർ പെട്രോൾ മാനുവൽ വേരിയൻറ്റിന് 20.35 kmpലാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. IVT നോക്കുകയാണെങ്കിൽ 19.65 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. പിന്നെയുള്ളത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 25.2 kmpലാണ് കമ്പനി ആ ഒരു വണ്ടിക്ക് ക്ലെയിം ചെയ്യുന്നത്. ഇനി i20യുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിന് 6.8 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസിങ്. ടോപ്പ് മോഡലായ ടർബോ DCTയിൽ എത്തുമ്പോഴേക്കും 11.18 ലക്ഷം രൂപയാണ് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസിങ്. അൾട്രോസ് ബലേനൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്. സോ i20യുടെ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.